ആദായ നികുതി ഇളവ്, രാഷ്ട്രീയ രംഗത്ത് വടമതി, ഇതെവിടെ കിടക്കുന്നു? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീതിനെതിരെ കേസെടുത്തു. യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയ വർത്താനാ? ഓരോ വർത്താനങ്ങൾ പറഞ്ഞു കേൾക്കണ്ട മുണ്ടങ്ങൾ. എന്നിട്ട് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ച് കൊല്ലണം. ഒരു ഡയറക്ടർ വിനീത് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും. അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും. എന്നാ അപരാധോടാ ക്ലീറ്റസാ നിങ്ങൾ കാണിച്ച്? എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നെ സെക്സ്വലി നല്ല രീതിയിൽ ചൂസ് ചെയ്യും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം, കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ്. ആറാട്ടണ്ണനുണ്ട് ഇതിനകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി വിനീത്, 2 അലൻ ജോസ്, 2 ബ്രൈറ്റ്, 3 അലൻ ജോസ്, 4 ആറാട്ടണ്ണൻ, 5 അഭിലാഷ്. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഇത് ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത്. ചേരാനെല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം 5 പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ്. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് വീട്ടിലെത്തുകയും അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നുവെന്ന വ്യാജേന കൈകെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. അലൻ ജോസ് പെരേര, സന്തോഷ് വർക്കി, അഭിലാഷ് അട്ടായം, ബ്രൈറ്റ് എന്നിങ്ങനെ ഉള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ. അവന്റെ ഒരു കലാപരിപാടി കൊല്ലണ്ടവനെ. തമാശ പോലീസുകാരാണ് തമാശ. നിന്നെ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു.